കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിവൈസിന്റെ അൺബോക്സിങ്ങിന് വേണ്ടി, അതായത് പോക്കോന്റെ Poco-യ 4. സോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ. പ്ലസും മൈനസും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ക്വിക്ക് അൺബോക്സിംഗ്. ടിപ്പിക്കൽ പോക്കോന്റെ ബോക്സ് ആണ്. ഡോക്യുമെന്റ്സ്, ടൈപ്പ് സി ടു ഹെഡ്ഫോൺ ജാക്ക് ഡോങ്കിൾ, TPU കേസ്, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി കേബിൾ. സോ ഈ Poco-യ 4 ഫസ്റ്റ് ടൈം ബോക്സ് ചെയ്ത് ഇങ്ങനെ പുറത്തെടുത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഇത് പോക്കോന്റെ ഫോൺ പോലെ അല്ല ഇരിക്കുന്നത്. നോർമലി പോക്കോന്റെ ഫോൺ എങ്ങനെയായിരിക്കും, ഒരു യുണീക്ക് ലുക്ക് ഉണ്ടായിരിക്കും, ഒരു വലിയ ക്യാമറ മോഡ്യൂൾ അല്ലെങ്കിൽ ഫ്ലാഷി കളേഴ്സ് ഒക്കെ ആയിരിക്കും. ഇതിൽ ഒരു നോർമൽ ജനറിക് സ്റ്റാൻഡേർഡ് ഫോണിന്റെ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും പോക്കോ എന്ന ബ്രാൻഡിന്റെ ഫോൺ ആണെന്ന് തോന്നുന്നില്ല. എനിവേ ഗ്ലാസിന്റെ ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മാറ്റ് ഫിനിഷ് ഉണ്ട്. സ്മഡ്ജസ് ഒക്കെ ഈസിലി കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഈ ലൈറ്റ് കളർ ആയതുകൊണ്ടായിരിക്കും സ്മഡ്ജസ് ഒക്കെ ഈസിലി കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റിൽ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഫ്ലാറ്റ് എഡ്ജസ് ഒക്കെയാണ്. ആ ഒരു ബോക്സി ഡിസൈൻ ഇവിടെയും വന്നിട്ടുണ്ട്. ആ ഗ്ലാസ് ബാക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. ഫോൺ അത്യാവശ്യം തിന്നാണ്. 7.7 mm ആണ് തിക്നെസ്. വെയിറ്റ് ഈസ് ഓൾസോ ഓക്കെ. 195 gram ആണ്. ഫോണിന്റെ ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ്, IR ബ്ലാസ്റ്റർ, ഫോണിന്റെ റൈറ്റ് സൈഡിൽ വോള്യൂം റോക്കർ ഉണ്ട്, പിന്നെ പവർ ബട്ടൺ, ബോട്ടമിൽ സിം ട്രേ, മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് E4 AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ ആണ് പ്രൊട്ടക്ഷൻ. ഒരു പ്രൈസ് കാറ്റഗറിയിൽ സാംസങ്ങിന് ശേഷം ഏറ്റവും നല്ല ഡിസ്പ്ലേസ് തരുന്ന ഒരു കമ്പനിയാണ് ഷവോമി അല്ലെങ്കിൽ പോക്കോ. നല്ല വൈബ്രന്റ് ഡിസ്പ്ലേ ആയിരിക്കും, നല്ല കളർഫുൾ വൈബ്രന്റ് ഡിസ്പ്ലേ ആയിരിക്കും. ഇവിടെ നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HDR10+ന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് യൂട്യൂബിൽ HDR കണ്ടന്റ് കാണാൻ കഴിയും. 6.67 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ് കേട്ടോ. സോ വൺ ഹാൻഡ് ഡിസ്പ്ലേ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അത്യാവശ്യം വലിയ ഫോണാണ്. പോക്കോ പറയുന്നതനുസരിച്ച് 1300 നിറ്റ്സിന്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. ഞാൻ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്തില്ല. പുറത്ത് പോയിട്ട് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഡിസ്പ്ലേ ഒക്കെ നല്ല ക്ലിയർ ആണ്. സോ ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേഷൻ സ്മൂത്ത് ആണ്. അങ്ങനെ ലാഗും ജിറ്റേഴ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസും ഓക്കെ ആണ്. ടോപ്പ് സെന്ററിൽ ഒരു ചെറിയ പഞ്ച് ഹോൾ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഈസിലി 1080p കണ്ടന്റ് പ്ലേ ആവുന്നുണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ HDR10+ന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ ലൗഡ്നെസ് ഇല്ല, ഭയങ്കര സൗണ്ട് ഒന്നും വരുന്നില്ല. പക്ഷെ വരുന്ന സൗണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ്. സ്പെഷ്യലി ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഐ എം ഓക്കെ വിത്ത് ദ സ്പീക്കർ പെർഫോമൻസ്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നല്ലതാണ്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല ഈ പ്രൈസ് കാറ്റഗറിയിൽ. ഇപ്പം മിക്ക എല്ലാ ഫോൺസിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പക്ഷേ ഇവർ ബോക്സിൽ ടൈപ്പ് സി ടു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഡോങ്കിൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നോർമൽ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. സെയിം ഫേസ് അൺലോക്ക് ഫീച്ചറും. ഒരു കാര്യം എടുത്ത് പറയണം, ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉള്ള ഫോൺസ് ആണ് നോർമലി വരാറുള്ളത്. AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ഓക്കെ, നോർമലി അങ്ങനെയാണ് വരുന്നത്. സോ നിങ്ങളുടെ പ്രിഫറൻസ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിൽ മറ്റേതെങ്കിലും ഫോൺ നോക്കേണ്ടി വരും. ഈ ഫോണിൽ X ആക്സിസ് ലീനിയർ മോട്ടർ ആണ് വരുന്നത്. സോ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അത് അവർ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വോള്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടി അപ്പ് ആൻഡ് ഡൗൺ പ്രസ് ചെയ്യുമ്പോഴും ആ ഒരു സ്ലൈറ്റ് വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. 64 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ 64 മെഗാപിക്സലിന്റെ f1.8 അപ്പർച്ചർ ഉള്ള പ്രൈമറി ക്യാമറയാണ് വരുന്നത്. OISന്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഓംനി വിഷന്റെ സെൻസർ ആണ് വരുന്നത്. 8 മെഗാപിക്സലിന്റെ 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാവൈഡ് ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 2ന്റെ മാക്രോ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം എടുത്ത് പറയണം, പോക്കോ അവരുടെ ക്യാമറ പ്രോസസ്സിംഗ്, വീഡിയോ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും അത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ പോക്കോ F3 GTന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാമറ പെർഫോമൻസ്, സ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ക്യാമറ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. സ്കിൻ ടോൺ ഒക്കെ വളരെ ഓഫ് ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ ആണ്. ഓക്കെ, എനിവേ ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നല്ല കളേഴ്സ് ആണ്, നല്ല സ്കിൻ ടോൺ ആണ്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എച്ച് ഡിറ്റക്ഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും പക്കയാണ്, നോ ഇഷ്യൂസ്. നോർമൽ ഫോട്ടോസിലുള്ള കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, ചെറിയ രീതിയിൽ കോൺട്രാസ്റ്റ് കളർഫുൾ ഫോട്ടോസ് ആണ്, അങ്ങനെ ഓവർ ആവുന്നില്ല. സ്റ്റിൽ ആ ഒരു ഷവോമിയുടെ ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, ഇവിടെ വരുന്നുണ്ട്. അൾട്രാവൈഡ് ഫോട്ടോസ് മെയിൻ ക്യാമറ ഫോട്ടോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കളേഴ്സ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കളർ ആണെങ്കിലും കോൺട്രാസ്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. മെയിൻ ക്യാമറ വെച്ചെടുത്ത ഫോട്ടോസിന്റെ ആ ഒരു ക്ലാരിറ്റി കിട്ടില്ല, കാരണം 8 മെഗാപിക്സൽ ആണല്ലോ. ഇപ്പോൾ ഈ പ്രൈസ് കാറ്റഗറിയിൽ എല്ലാം 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആണ്. പക്ഷേ കളറൊക്കെ ഓക്കെയാണ്. നൈറ്റ് മോഡിന്റെ പ്രോസസ്സിംഗും
ഓക്കെ ആയിട്ട് തോന്നി. ലൈറ്റ് കൺട്രോളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ടല്ലോ, കത്ത് നിൽക്കുന്ന സൈൻ ബോർഡൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് ലെവൽ നൈറ്റ് പെർഫോമൻസ് ഒന്ന് പ്രതീക്ഷിക്കരുത്. ഈ പ്രൈസ് പോയിന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഐ എം ഓക്കെ. 4K at 60 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ആണ് കിട്ടുന്നത്. നിങ്ങളിൽ എത്ര പേര് 4K at 60 FPS ഷൂട്ട് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ആ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. ഈ പ്രൈസ് പോയിന്റിൽ കിട്ടേണ്ട ഒരു ഫീച്ചറാണ് 4K at 60 FPS. ആ വീഡിയോന്റെ കളർ ആണെങ്കിലും ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും നല്ലതാണ്. എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ 4K at 60 FPS തന്നെ സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. OIS വരുന്നുണ്ടല്ലോ, അത് 4K at 60 FPS കിട്ടുന്നുണ്ട്. OIS മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. EISന്റെ സപ്പോർട്ടും കൂടി വേണമെങ്കിൽ, അതായത് സോഫ്റ്റ്വെയർ സ്റ്റെബിലൈസേഷൻ കൂടി വേണമെങ്കിൽ 1080p at 30 FPS ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അവിടെ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 1080p at 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. ഇത്രയും പവർഫുൾ ആയ ഒരു ചിപ്സെറ്റ് ഉണ്ടായിട്ടും 4K എന്തുകൊണ്ടാണ് തരാത്തത് എനിക്കറിയില്ല. സോ സെൽഫിയിലും 4K 30 FPS കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ 1080p at 30 FPS ആണ് വരുന്നത്. എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഫേസിന്റെ ആ സ്കിൻ ടോൺ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഒക്കെ ആണെങ്കിലും ഓക്കെ ആണ്. പിന്നെ സെൽഫി വീഡിയോയിലും സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് സ്റ്റെബിലൈസേഷൻ ഒന്നുമല്ല, ആ ഫേസിൽ ചെറിയ ജിറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഓക്കെ, സെൽഫി ഫോട്ടോസ് ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും അവിടെ ചെറിയ ഇമ്പ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതായത് സ്കിൻ ടോണിൽ എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അതായത് ഒരു യെല്ലോ ടോൺ കയറി വരുന്നുണ്ട്. അത് ഓവർ ഷാർപ്പനിങ് ആണോ വാം ടോൺ യെല്ലോ ടോൺ ആണോ അറിയില്ല. എന്തോ ഒരു ചെറിയൊരു സ്കിൻ ടോണിന്റെ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. പോക്കോ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ശരിയാക്കണം. 6GB 128GB, 8GB 128GB, പിന്നെ 12GB 256GB ആണ് 3 RAM സ്റ്റോറേജ് വേരിയൻസ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5 RAM ആണ് കൊടുത്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. ഓക്കെ, 3GB RAM എക്സ്റ്റൻഷൻ, അതായത് വെർച്വൽ റാമിന്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 30,000 രൂപയുടെ താഴെ ഏതെങ്കിലും ബ്രാൻഡ് ഒരു നല്ല ഗെയിമിംഗ് ഫോൺ, നല്ല ക്യാമറ ഫോൺ, നല്ല പെർഫോമൻസ് ഫോൺ ഇറക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ഇട്ട് തരുവാണ്. അതാണ് ട്രെൻഡ് എന്ന് തോന്നുന്നു. ഐക്യൂന്റെ ഉണ്ടായിരുന്നു, റിയൽമിയുടെ ഉണ്ടായിരുന്നു. ഇപ്പം പോക്കോന്റെ Poco F4ലും എക്സാക്ട്ലി സെയിം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ചിപ്സെറ്റ് ആണ്. ക്വാൾകോമിന്റെ സൈഡിൽ നിന്നുള്ള നല്ലൊരു സോളിഡ് ചിപ്സെറ്റ് ആണ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870. നോർമലി MIUIയിൽ ബഗ്സ് ഒക്കെ വരാറുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ ബഗ് ഒന്നും ഫേസ് ചെയ്തില്ല. ഓക്കെ, ഔട്ട് ഓഫ് ദ ബോക്സ് ബഗ്സ് ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഓഫ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആണോ, അതോ ആൻഡ്രോയിഡ് 12 ഉള്ളതുകൊണ്ടാണോ, അതോ പോക്കോ ലോഞ്ചറിൽ വന്ന ഇംപ്രൂവ്മെന്റ് ആണോ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഔട്ട് ഓഫ് ദ ബോക്സ് അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. ജൂണിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. BGMI നോക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആയതുകൊണ്ട് മാക്സിമം സെറ്റിംഗ്സ് HDR എക്സ്ട്രീം ആണ്. ഓക്കെ, അൾട്ര HD ഉണ്ട്, അതിൽ 40 FPS ആയിരിക്കും മാക്സിമം. ഞാൻ TDM കളിച്ച് നോക്കി, ക്ലാസിക് കളിച്ച് നോക്കി, ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870. നല്ലൊരു ചിപ്സെറ്റ് ആണ്, ഒരു നല്ല സ്റ്റേബിൾ പെർഫോമൻസ് തരുന്ന ചിപ്സെറ്റ് ആണ്. ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ മോർ ദാൻ 90% റിസൾട്ട് കിട്ടുന്നുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. 6.8 ലാഖിന്റെ അൺടു സ്കോറും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ബ്ലോട്ട്വെയർസിന്റെ എണ്ണം കുറവായിരുന്നു. ബ്ലോട്ട്വെയർസ് ഉണ്ട്, പക്ഷേ അങ്ങനെ ഭയങ്കരമായ ബ്ലോട്ട്വെയർ ശല്യമൊന്നുമില്ല. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈവൻ ഫസ്റ്റ് പാർട്ടി ബ്ലോട്ട്വെയർസും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ MIUIയിൽ. ഇപ്പോൾ മിക്ക എല്ലാ ബ്രാൻഡുകളും ഫ്യൂച്ചർ അപ്ഡേറ്റ്സിന്റെ പ്രോമിസ് തരുന്നുണ്ട്. ഷൗമിയുടെ സൈഡിൽ നിന്ന് ഇതുവരെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ഷൗമി ആണെങ്കിൽ പോക്കോ ആണെങ്കിൽ. സോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പോക്കോ പറയുന്നതനുസരിച്ച് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഷൗമിയുടെ സൈഡിൽ നിന്നുള്ള ഒരു വലിയ ഇവന്റ് കാണും. ആ ഇവന്റിൽ കംപ്ലീറ്റ്, അതായത് ഏതൊക്കെ ഫോണിന് എത്രയൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കിട്ടാൻ പോകുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗ്ലോബൽ അനൗൺസ്മെന്റ് ആയിരിക്കും എന്നാണ് പോക്കോ പറഞ്ഞിരിക്കുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. ഇപ്പോൾ നിലവിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ കുറിച്ച് ഒരു കൺഫർമേഷനും ഇല്ല. 5000 mAhന്റെ ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 1 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും, 0 to 100%. 4G+ അല്ലെങ്കിൽ കാരിയർ അഗ്രിഗേഷന്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. 10 5G ബാൻഡിന് വേണ്ടിയുള്ള സപ്പോർട്ടും ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി സാർ വാല്യൂസ് അണ്ടർ ലിമിറ്റ്. സോ ഈ വീഡിയോന്റെ ക്ലൈമാക്സിൽ ഞാനൊരു സീക്രട്ട് ഷെയർ ചെയ്യാം. പോക്കോ എന്ന ബ്രാൻഡ് നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് എങ്ങനെ മനസ്സിലായെന്നറിയാം. നമ്മുടെ ആ പോക്കോ X3 Proന്റെ വീഡിയോ, ഈ റീസെന്റ് അപ്ലോഡ് ചെയ്ത പോക്കോ X3 Proന്റെ വീഡിയോ ഓർമ്മ ഉണ്ടല്ലോ. ആ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം തന്നെ പോക്കോന്റെ സൈഡിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ ഒരു വീഡിയോ കണ്ടല്ലോ പോക്കോ X3 Pro എന്ന് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫോണാണ്, നല്ല ഇൻ ഹാൻഡ് ഫീൽ ഉണ്ട്, നല്ല ഡിസ്പ്ലേ ആണ്, പിന്നെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ്, നല്ല സോഫ്റ്റ്വെയർ പെർഫോമൻസ്, ചാർജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോക്കോ എന്ന ബ്രാൻഡിനോട് എനിക്ക് ഒരു ഒറ്റ സജഷൻ മാത്രമേ ഉള്ളൂ, പ്ലീസ് ടേക്ക് കെയർ ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാരണം ബഗ്സ് വരുന്നത് ഓക്കെയാണ്, അതൊക്കെ നമ്മൾ പിന്നെയും സഹിക്കും. കാരണം മിക്ക എല്ലാ ബ്രാൻഡുകളിലും ചിലപ്പോഴൊക്കെ അവിടെ ഇവിടെ ബഗ്സ് വരാറുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം ഹാർഡ്വെയർ ഇഷ്യൂസ് വരുന്നത് അൺഅക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. പോക്കോ നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അയക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോക്കോ F3 GT ഇപ്പോഴും കിടപ്പുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. അതിൽ കുറേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് ഓക്കെയാണ്. സോ ഇതും ഒരു F സീരീസ് ഫോൺ ആയതുകൊണ്ട് പ്രോപ്പർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു 1 month ഡീറ്റെയിൽഡ് യൂസ്ഡ് റിവ്യൂ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന
വരുന്ന മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുണ്ട്, അതാണ് ഐക്യൂൻ്റെ ഐക്യൂ നിയോ 6. സോ ഈ രണ്ടും ഫ്ലാഗ്ഷിപ്പ് കില്ലർ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന 2 ഫോൺസ് ആണ്, അതായത് 30,000 റുപ്പീസിൻ്റെ താഴെ. ഓക്കെ, ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് എനിക്ക് അറിയില്ല, പക്ഷേ മിക്കവാറും അതായിരിക്കും പ്രൈസ് കാറ്റഗറി. സോ ഈ 2 ഫോൺസിൻ്റെ കമ്പാരിസൺ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് signing off. Goodbye.